നമസ്കാരം. നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ ഈ മണിക്കൂറിൽ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത, കേരളത്തിലെ ഒരു യുവാവെന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും മിടുക്കനായ മന്ത്രി കെ.വി. ഗണേഷ് കുമാർ, മിടുക്കനായ മന്ത്രി, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം ഇപ്പോൾ ഗോളാന്തര വാർത്തയായിട്ടുണ്ട്. ഗോളാന്തര വാർത്ത പുറത്തു വന്നു. ഏതായാലും സാർ, അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഏത് അടവാണ് സാർ ഇത് അവസാനം ഉപയോഗിച്ചിരിക്കുന്നത്? എത്രാമത്തെ അടവ്? നമ്മൾ ചില അടവുകൾ 18 എന്ന് പറയാറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ എത്രാമത്തെ അടവായിരിക്കും? ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു സിനിമയുണ്ടായിരുന്നു. നമ്മുടെ ഫാസിൽ സംവിധാനം ചെയ്ത് മധു മുട്ടം എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരൻ തിരക്കഥയും സംഭാഷണം എഴുതിയൊരു സിനിമയാണ്. വളരെ പോപ്പുലർ ആയിരുന്നു. ഒരുപാട് വേണ്ട 100 ദിവസം മറ്റേ എല്ലാ തിയേറ്ററുകളും 100 ദിവസം തികച്ചോടിയ ചിത്രമാണ്. ഇപ്പോഴും നമ്മുടെ ചാനലുകളിലോ ഒക്കെ വരുന്ന സമയത്ത് വളരെയേറെ ആളുകൾ കാണുന്ന ഒരു സിനിമയാണ്. അതിനകത്തില് ഇന്നസെന്റും ഗണേശനും തമ്മിലൊരു കോമ്പിനേഷൻ സീനുണ്ട്. ഗണേശന്റെ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് ദാസപ്പൻ എന്നാണ് പറയുന്നത്. ദാസപ്പൻ എന്നാണ് കഥാപാത്രം. ആ കഥാപാത്രം ഇന്നസെന്റ് രാത്രിയിലെ താക്കോല് മറന്നുപോകും. ഈ മണിച്ചിത്ര താഴെ ഉള്ള മേടയുടെ താക്കോല് മറന്നു പോകുന്ന സമയത്ത് രാത്രി അത് എടുക്കാനായിട്ട് വരും. അവിടെ പ്രേതബാധയും മറ്റുമുള്ള ഇതാണല്ലോ ആ വീട്, അതാണല്ലോ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. അപ്പൊ അതെടുക്കാൻ വരുന്ന സമയത്ത് ദാസപ്പൻ ഇരുട്ടിൽ ഇങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ ആ സമയത്ത് ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, ദാസപ്പ നീ അറിഞ്ഞോ വിവരം എന്ന് ചോദിക്കുമ്പോഴ് ദാസപ്പൻ പറയുന്നത്, ചേട്ടാ ഞാൻ പാതാള കരണ്ടി എടുത്തുകൊണ്ട് വരാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നസെന്റ് ചോദിക്കുന്നത്, താക്കോൽ എടുക്കുന്നതിന് എന്തിനാണ് പാതാള കരണ്ടി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്നസെന്റിന്റെ വീട്ടിലെ കിണറ്റിൽ തൊട്ടി പോയി. ആ തൊട്ടി എടുക്കുന്നതിനാണ് പാതാള കരണ്ടി എന്ന് പറയുന്ന ഉപകരണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പൊ പരസ്പര വിരുദ്ധമായി പോയി സംസാരിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഇന്ന് ഗണേഷ് കുമാറിന്റെ ഇന്നത്തെ ഈ സംഭവം, രാഷ്ട്രീയ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആ ദാസപ്പനെയാ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ പാതാള കരണ്ടിയും കൊണ്ടുവരാം ചേട്ടാ എന്ന് പറഞ്ഞു. പാതാള കരണ്ടി എന്നുള്ള ഉപകരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിണറിലൊക്കെ പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ കാലമല്ല, പണ്ട് കാലത്ത് തൊട്ടിയും മറ്റു ഉപകരണങ്ങളും ഒക്കെ കിണറ്റിൽ പോയോ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ വെള്ളത്തിൽ പോകുന്ന സമയത്ത് അതെടുക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഉപകരണമാണ്. അത് ഏതെങ്കിലും ഒരു കയറിന്റെയോ വടത്തിന്റെയോ മറ്റോ കറ്റത്ത് കെട്ടിയിട്ട് താഴേക്ക് ഇറക്കുക. അതിന് 5-6 പല്ലുകൾ ഉണ്ടാവും, കൊളുത്തുകൾ ഉണ്ടാവും. ഈ കൊളുത്തുകൾ അത് താഴെയാണെങ്കിലും കിട്ടും, സൈഡിലാണെങ്കിലും കിട്ടും, ഏത് ഭാഗത്താണ് ഈ വസ്തുവെങ്കിലും ഇത് കൊളുത്തി നമുക്ക് പിടിച്ചെടുക്കാം. അതാണ് ഈ പാതാള കരണ്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയാണ്. ആ ഗണേശൻ അവതരിപ്പിച്ച കൃത്യ കഥാപാത്രത്തെ ഓർമ്മ വരാൻ കാരണം ഇതാണ്. ഒരു പാതാള കരണ്ടി പ്രയോഗമാണ് ഗണേശൻ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മുമ്പ് അയ്യപ്പദാസ് അതിനെക്കുറിച്ചാണ് ആദ്യം സൂചിപ്പിച്ചത്, ഏത് അടവാണെന്നുള്ളത്. അതിനെ അടവെന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഈ പാതാള കരണ്ടി പ്രയോഗം എന്ന് നമുക്ക് പറയാം. ഗണേശൻ ഏത് കാലത്ത് ഉണ്ടാക്കിയിരുന്നു? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലവേദനയായിരുന്നില്ലേ? സരിത കേസ് വന്ന് വലിയ തലവേദനയായിരുന്നു. ഉമ്മൻചാണ്ടി ഒരുപാട് ചർച്ചകളും ഒക്കെ നടത്തി അവസാനം ഉമ്മൻചാണ്ടിക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടു നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം എത്തി. ആ സമയത്താണ് ഗണേശനെ അവസാന സമയത്താണ് കൈവിടുന്നത്. ഇതേപോലത്തെ ഒരു പശ്ചാത്തലമായിരുന്നല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു ഡോക്ടറായ ഭാര്യ, 2 ആൺകുട്ടികളാണ് അവർക്കുണ്ടായിരുന്നത്. മന്ത്രിമന്ദിരത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ്. ഒരുപാട് സംഭവങ്ങളും അതിന്റെ ഒരു പശ്ചാത്തലവും. അവര് ഡോക്ടർ യാമിനി തങ്കച്ചി എന്നായിരുന്നല്ലോ ഗണേശന്റെ ആദ്യത്തെ ഭാര്യയുടെ പേര്. പിന്നീട് ബന്ധം ഒഴിയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് മർദ്ദനമേറ്റ മുഖത്തോടു കൂടി ഇരിക്കുന്ന ഗണേശനെയാണ്. ഗണേശന്റെ മുഖത്ത് വലിയ പാടുകളും കണ്ണിന് താഴെ നീര് വന്ന പോലെ വീങ്ങിയ പാടുകളും ഒക്കെ ആയിട്ടുള്ള മന്ത്രി ഗണേശനെയാണ് നമ്മൾ കാണുന്നത്. മന്ത്രിമന്ദിരത്തിൽ വെച്ച് അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് ഉപദ്രവിച്ചെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വലിയ വ്യക്തതയില്ല. അത് സംബന്ധിച്ചുള്ള കേസുകളും പിന്നീടൊന്നും വന്നില്ല. അതും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദാസപ്പൻ സ്റ്റൈൽ അതങ്ങ് ഒതുങ്ങിക്കാണുമെന്ന് തോന്നുന്നു. പക്ഷെ അവസാനം വിവാഹമോചനത്തിലാണ് ചെന്നെത്തിയത്. വിവാഹമോചനത്തിലെത്തി യാമിനി തങ്കച്ചി ഡോക്ടർ വിവാഹബന്ധം വേർപെടുത്തി പിരിയുകയായിരുന്നു. പക്ഷെ ആ സമയത്തും ആ സർക്കാരിന്റെ മിടുക്കനായിരുന്നു. മുമ്പേ അതും അയ്യപ്പദാസ് സൂചിപ്പിച്ചിരുന്നു, വളരെ മിടുക്കനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ മന്ത്രിസഭയിലെയും മിടുക്കന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മന്ത്രിയായിരുന്നു ഗണേശൻ. അതേപോലെ തന്നെയാണ് ഈ സർക്കാരിലേതും. ഈ സർക്കാരിലെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില്
ഏറ്റവും മിടുക്കന്മാരായ ഒരു 3 മന്ത്രിമാരെ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഗണേശൻ തന്നെയാണ് ഇതിനകത്ത്. പ്രത്യേകിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് നമുക്കറിയാവുന്ന, എപ്പോഴും വഴിദോഷം കേൾക്കുന്ന, സർവ്വ മന്ത്രിമാരും വഴിദോഷം കേൾക്കുന്ന ഒരു വകുപ്പായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്, ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറയുന്നത്. എന്നും നഷ്ടത്തിലോടുന്നതാണ്. ഒരുപാട് വരുമാനം ദിവസവും വൈകുന്നേരം 5 മണിക്ക് കളക്ഷൻ ഉണ്ടാകുന്ന സർവീസാണ്. പക്ഷെ കാര്യമൊന്നുമില്ല. എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാർഗം ഉണ്ടാകത്തില്ല. എല്ലാ മാസവും 15-ാം തീയതിക്കും 30-ാം തീയതിക്ക് ഇടയ്ക്കൊക്കെ ശമ്പളം കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പെൻഷൻ മാസങ്ങളോളം മുടങ്ങിയിട്ടുണ്ട്. മാസങ്ങളോളം പെൻഷൻ മുടങ്ങിയിരിക്കുന്ന ഒരു വകുപ്പായിരുന്നു. അതിനെയാണ് ഗണേശന്റെ കയ്യിൽ കൊടുത്തത്. സ്വാഭാവികമായിട്ട് എല്ലാവരും കരുതിയിരുന്നു എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, KSRTCയെ രക്ഷപ്പെടുത്തിയെടുത്തു. വളരെ തന്ത്രപരമായ ശരിക്കും തന്ത്രപരം തന്നെ പറയാം. വളരെ അതിന് ഗണേശൻ അത്തരം കാര്യങ്ങൾ നല്ല കാഴ്ചപ്പാടുള്ള മന്ത്രിയാണ് കേട്ടോ. വിദേശത്തൊക്കെ പോയത് കൊണ്ടും ചെറുപ്പകാലം തന്നെ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ക്രൈസ് ആയിരുന്നു. ആ കുടുംബത്തിന്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്രൈസ് ഉള്ള ഒരു മന്ത്രിയായിരുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. ഇപ്പൊ KSRTC ഏറ്റവും വലിയ ലാഭത്തിലാണ്. അതിനെ ലാഭത്തിലാക്കിയെടുത്തത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭത്തിലാക്കിയെടുത്തു. അതിന്റെ ജീവനക്കാർക്ക് 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട്. പെൻഷനും മുടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ബജറ്റ് ടൂറിസം പോലെയുള്ള ടൂറിസം പദ്ധതികൾ, അതായത് ഓരോ ഡിപ്പോകളും കേന്ദ്രീകരിച്ചിട്ട് തൊട്ടടുത്തുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ളതോ 10, 50, 100 കിലോമീറ്റർ ഉള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബജറ്റ് ടൂറിസം പദ്ധതികളൊക്കെ ആരംഭിച്ചിട്ട് വലിയ റിസൾട്ടാണ് അതിനുണ്ടാകുന്നത്. KSRTCക്ക് വലിയ വരുമാനം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും പുതിയ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രഖ്യാപനം കണ്ടില്ലേ, KSRTCക്ക് ട്രെയിനിന്റെ തീവണ്ടി അല്ലെങ്കിൽ വിമാനത്തിന്റെ മോഡലിലുള്ള സംവിധാനങ്ങളോടുകൂടിയ ബസ്സുകൾ ഇപ്പൊ തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് അത് ആദ്യമായിട്ട് വരാൻ പോകുന്നതെന്നാണ്. ഇന്നോ നാളെ അങ്ങോട്ട് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നതാണ്. അതോ ഉദ്ഘാടനം കഴിഞ്ഞോ എനിക്കൊരു സംശയമുണ്ട് അത്തരം കാര്യത്തില്. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന എറണാകുളം KSRTC ഡിപ്പോയ്ക്ക് പുതിയ കെട്ടിടം പണിഞ്ഞുകൊണ്ട് ഈ സർവീസ് ആരംഭിക്കുകയായിരുന്നു. സർവീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരം വരെ എറണാകുളം വരെ പോകുന്ന ഈ വണ്ടിയില് പാൻട്രി സൗകര്യം ഉണ്ടാകും, ആഹാരം കഴിക്കുന്ന സൗകര്യം ഉണ്ടാകും. അതേപോലെ തന്നെ ബയോ ടോയ്ലറ്റ്, നമ്മളിനി സ്റ്റേഷനിൽ നിന്നുള്ള മൂക്ക് പൊത്തി കയറാവുന്ന എത്തേണ്ട അവസ്ഥയുള്ള ടോയ്ലറ്റുകളൊന്നും ആശ്രയിക്കേണ്ട. ഈ ബസ്സിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം, ബയോ ടോയ്ലറ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പാൻട്രി സൗകര്യം. ഇതോടുകൂടിയുള്ള സർവീസാണ് KSRTC വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പഴയ KSRTCയുമായിട്ട് അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പുള്ള KSRTCയുമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അത്തരം സൗകര്യങ്ങളോട് കൂടിയ ബസ് ഓടിക്കാൻ അതിന്റെ 2 തീരുമാനമായി. അപ്പോൾ സാർ, നമ്മൾ ഭരണരംഗത്തെ മികവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നു. സാർ തുടക്കത്തിൽ പറഞ്ഞ പാതാളക്കരണ്ടി എന്ന് പറയുമ്പോൾ, സാർ ഇപ്പോൾ LDFൽ കൊളുത്തി അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ഈ പാതാളക്കരണ്ടി ചിലപ്പോൾ കൊളുത്തു മാറി UDFലേക്ക് മാറി അദ്ദേഹം കളം മാറാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ സാർ? അതിനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ അടച്ചു. പാതാളക്കരണ്ടിയുടെ മറ്റേ കുളത്തുകൊണ്ട് ഗണേശൻ അത് അടച്ചില്ലേ ദാസേ? വലിയ ആരോപണമല്ലേ ഇന്നലെ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു വന്നത്? അദ്ദേഹത്തിന്റെ സ്വന്തം 2ാമത്തെ ഭാര്യ, നിലവിലുള്ള ഭാര്യ ബിന്ദു മേനോന്റെ വലിയ ആരോപണമല്ലേ വന്നത്? അദ്ദേഹത്തിന് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള വാളകത്തിനടുത്തുള്ള കുടുംബ വീട്ടിലെ അവരുടെ ബെഡ്റൂമിൽ വെച്ച് അദ്ദേഹത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാനിടയായി. ഒരു സ്ത്രീ പോലും ഭാര്യ പോലും കാണാനിടയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണേണ്ടി വന്നു. അവരത് ചിത്രമെടുത്തു. അവിടെ തന്നെ പോലീസിനെ വിളിച്ചു, പിങ്ക് പോലീസിനെ വിളിച്ചു. ഒരു മന്ത്രിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കുക. സാർ, ഒരു സംശയം ഇപ്പോൾ ചോദിച്ചോട്ടെ സാർ. നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്വന്തം ഭാര്യ അവരുടെ കിടപ്പുമുറിയിൽ ഇത്തരത്തിലൊരു രംഗം ഉണ്ടായി. സാർ, ഈ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി, നമ്മളൊരു യുവ MLA കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ കുടുംബ വിഷയമാണ്. എന്നിരിക്കലും ഈ ഒരു രാത്രി അമാന്തം, ഈ കാണുന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഒരു അമാന്തം, ആ അമാന്തം ബോധപൂർവം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉണ്ടെന്ന്. കാര്യം ആ ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിന്റെ കരിയർ നശിപ്പിക്കാനായി ഗവേഷണം നടത്തിയ ഒരു മന്ത്രിസഭയാണ് സാർ ഇവിടെയുള്ളത്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ സാർ, ഇത് കാരണവർക്ക് അടുപ്പിലുമാകാവുന്നൊരു പഴഞ്ചൊല്ല് കൊണ്ട് പറയുമല്ലോ, അതുപോലെ ഇവർക്ക് കാര്യങ്ങൾ വരുമ്പോൾ കോംപ്രമൈസിന് ആള്, ഇവർക്ക് ചർച്ച ചെയ്യാൻ ആള്. നമ്മൾ സാറ് തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് പ്രയോഗവും ഇപ്പൊ ഗണേശൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രയോഗം. സാർ, ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയല്ല സാർ? അതിപ്പോ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് വരികയാണ് ദാസേ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കകത്തിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവാകുന്നതിന് ഒരു MLA, MP, മന്ത്രിയും ഒക്കെ ആകുന്നതിനുള്ള മിനിമം യോഗ്യതയ്ക്കകത്തില് മിനിമം ഒരു പീഡനമെങ്കിലും ഒരു അഡീഷണൽ യോഗ്യതയായിട്ട് വരണമെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ളവർക്കേ മാർക്കറ്റ് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും നമുക്ക് ആലോചിക്കേണ്ട. LDFലാണെങ്കിലും UDFലാണെങ്കിലും അത്തരത്തിലുള്ള മിനിമം ഒരു പീഡനമെങ്കിലും കിട്ടിയിരിക്കണം.
അവർക്ക് വലിയ അംഗീകാരമാണ്, വലിയ സ്വീകാര്യതയാണ് വന്നിരിക്കുന്നത്. മുമ്പൊക്കെ പാലക്കാട് എം എൽ എയുടെ കാര്യമാണ് ചോദിച്ചിരുന്നത്. ആ ചോദ്യത്തിനകത്ത് കൃത്യമായ ഉത്തരവുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. അയാൾ എന്തിനാ ഒരു പീഡകനായിട്ട് പറയുന്നത്? രാഹുൽ എന്തിനാണ് പീഡകനായിട്ട് പറയുന്നത്? ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആളായിരുന്നു. അത് മറ്റേതല്ലല്ലോ, ഒരു ബാച്ചിലർ ആയിരുന്നു. ഒരു ബാച്ചിലർ ആയിരുന്ന ഒരാളിനോട് അദ്ദേഹത്തോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് പല കാര്യങ്ങളിലും. അതായത് വിവാഹിതരും കുട്ടികളുമായിട്ടുള്ള സ്ത്രീകൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത്. അതാണ് അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരനായ ആളെന്നുള്ള നിലയിൽ, അവിവാഹിതനെന്നുള്ള നിലയിൽ അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് രാഹുലിന് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത്. അപ്പൊ അതൊരു തെറ്റാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റ് രണ്ട് ഭാഗത്തും വരേണ്ടതല്ലേ? അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടേണ്ട കാര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് ഇപ്പൊ ചർച്ചകൾ വരുന്നത്. പക്ഷെ ഗണേശന്റെ ഗണേശന്റെ ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ടായിരുന്ന ആദ്യത്തെ ബന്ധം ഒഴിഞ്ഞതാണ്. ഇതിപ്പോ രണ്ടാമത് വന്ന ആളാണ്. അപ്പൊ അത്തരത്തിലൊരു ബന്ധം പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത വരുത്തേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഒരു മന്ത്രിയല്ലേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണല്ലോ. മന്ത്രിയാകുന്ന നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ഒരു സംശയം ചോദിച്ചോളൂ സാർ. ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് എതിർത്തു എന്നുള്ള ഒറ്റ കാരണമാണോ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്? ഇത് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള മന്ത്രി ആയതുകൊണ്ടും CPM എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കൊണ്ടും ഇതിനെ അങ്ങ് സോൾവ് ചെയ്ത് മുഴുവൻ പീണിക്കുക, ചോറ്റിപ്പൊതച്ചങ്ങ് നീക്കുക? സാർ, ഇത് മറ്റ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതിഫലിക്കുമോ എന്നുള്ളതും കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഇപ്പൊ ഈ വിഷയം എങ്ങനെയാണ് അയ്യപ്പദാസ് അവസാനിച്ചത്? ഇന്നലെ സംസാരിച്ചതുപോലെയാണോ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോൻ ഇന്നും സംസാരിക്കുന്നത്? ഇന്നലെ അവളൊരു വളരെ രൂക്ഷമായിട്ട് ഉള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ പക്ഷെ പരാതി കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസ് വന്നില്ലേ, അവിടെ ലോക്കൽ പോലീസ് വന്നു, പിങ്ക് പോലീസ് വന്നു, വലിയ സംഭവങ്ങൾ ഉണ്ടായതാണ്. പക്ഷെ ഇന്നവര് പറയുന്നത് എന്താണ്? ഇന്നിപ്പോ മന്ത്രി എന്നെ വിളിച്ചു, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് ഒരു സോറി പറഞ്ഞു. നോക്കുക, ഇത്രയും വലിയൊരു കേസ്, സദാചാരവുമായിട്ട് ബന്ധപ്പെട്ട കേസാണല്ലോ ഇത്. ആ കേസിന്റെ മന്ത്രി അല്ല എന്റെ ഭർത്താവ് വിളിച്ചിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇനി അത്തരം കാര്യങ്ങളൊന്നും പോകുന്നില്ല, അതിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഉരുണ്ടുകൂടി ഇന്നത്തെ ക്യാബിനറ്റിൽ പോലും ഇത് ചർച്ച വന്നില്ലെന്നാണ്. ഇന്ന് മന്ത്രിസഭാ യോഗമാണ്. ശരിക്കും ഏതാണ്ട് ഈ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത്. ഇന്ന് ചർച്ച പോലും വന്നില്ല, ആ വിഷയം ചർച്ച പോലും ആയില്ല. ഇപ്പൊ പത്തനാപുരത്ത് ഒരു പ്രശ്നങ്ങളുമില്ല. പത്തനാപുരത്ത് മത്സരിക്കുന്നതിനോ അദ്ദേഹത്തിന് ഭൂരിപക്ഷവും കൂടിയേക്കാം. ഇന്നലെ അദ്ദേഹം പറഞ്ഞതുപോലെ 5000-ഓളം പ്രണയിനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും ചിലപ്പോൾ കൂടിയേക്കാം. അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇത് രാഷ്ട്രീയം തന്നെയാണ്, തനി രാഷ്ട്രീയം തന്നെയാണ് സംഭവിച്ചത് അവിടെ. ഏതായാലും ആദ്യ ഭാര്യ തനിക്കെതിരെ ഏതാണ്ട് എത്രയെങ്കിലും പേജുള്ള പരാതി കോടതിയിൽ സമർപ്പിച്ചിട്ട് താൻ 10,000-ലധികം വോട്ടിൽ വിജയിച്ചു, എന്നിട്ടല്ലേ ഈ പരാതി എന്ന് തെല്ല അഹങ്കാരത്തോടെയാണ് ഗണേശൻ ചോദിച്ചിരിക്കുന്നത്. സർ, പത്തനാപുരം അദ്ദേഹത്തെ കൈയൊഴിയും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? കൈയൊഴിയാനുള്ള സാധ്യതയില്ല. കാരണം അത് ഗണേശന്റെ മാത്രം എടുക്കല്ല. പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാത്രം എടുക്കല്ല. മണ്ഡലം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് മണ്ഡലം നോക്കുന്ന MLA-മാരില്ലേ, അതിനകത്ത് നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ 10-15 പേര് എടുക്കാനും ഒന്ന് ഗണേഷ് കുമാർ തന്നെയാണ്. അതിനകത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീ R ബാലകൃഷ്ണപിള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ അടിത്തറയുണ്ട് അവിടെ. അദ്ദേഹം ദീർഘകാലം, എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷത്തോളം അവിടുത്തെ NSS താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ പക്ഷെ അത് ഒരു കരയോഗത്തിനോ സമുദായത്തിനോ മാത്രമല്ല, എല്ലാത്തരം ആളുകൾക്കും അദ്ദേഹത്തിന്റെ സഹായം കിട്ടാത്ത ഒരു വീടോ അല്ലെങ്കിൽ അത്തരം വ്യക്തികളോ ആ മണ്ഡലത്തിലില്ല. അങ്ങനെ ഒരു വലിയ പേര് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛൻ ചെയ്തിരിക്കുന്നത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക്, ഏതാണ്ട് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിക്ക് സമാനമായ ഒരു സാഹചര്യം, ഒരു അത്തരത്തിലൊരു അന്തരീക്ഷം ശ്രീ R ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബലം തീർച്ചയായിട്ടും ഗണേശന് കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വലിയ വിജയം. പിന്നെ മണ്ഡലം ശ്രദ്ധിക്കുന്ന MLA തന്നെയാണ് കേട്ടോ. അത്തരം കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നന്ദി, താങ്ക് യു സാർ. മറ്റൊരു വിഷയമായി നമുക്ക് തുടർന്നും സാറിനെ വിളിക്കുന്നതാണ്. താങ്ക് യു.